അയ്യോ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ, പേടിയാണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ചെയ്യാൻ പറ്റുമോ, ഫോർമുല ഓർത്ത് വെക്കുമോ, പരീക്ഷ മറന്നു പോകും എന്നുള്ള പേടികളൊക്കെ വരും. എന്നിട്ട് പേടിച്ചോളാൻ പറയാം, സ്വന്തം മനസ്സിനോട് അവർ പേടിച്ചോളാൻ പറയാം. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സെന്നാണ് കുറച്ച് കഴിയുമ്പോൾ പേടിച്ച് മടുക്കും. കാരണം ആ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഫോഴ്സ് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം മൈൻഡ് എന്താണ് തിരിച്ച് ഇവിടെ തന്നെ വരും, പേടി എന്ന് വരും അല്ലേ. ബുദ്ധി വെച്ചിട്ട് അടിപൊളി മോതിരം ഉണ്ടാക്കി രാജാവിന് കൊടുത്തു. ഹലോ എവ്രിവൺ, എല്ലാ എക്സാമിനറിൻ്റെ +1 പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും എക്സാം ഡേയ്സിൻ്റെ ടെൻഷനിലൊക്കെ ആയിരിക്കും. ചിലവർ കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവും, ചിലവർക്ക് പേടിയായിരിക്കും. പരീക്ഷ അതാ വരുന്നു, നെഞ്ചൊക്കെ ഇങ്ങനെ അടിക്കുന്നു, അഡ്രിനലിൻ റഷൊക്കെ ഇങ്ങനെ കയറുന്നു അല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പേടിച്ചോ, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. കാരണം എന്താണെന്നറിയാം, കാരണം നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നല്ല. എക്സാമിനറിലെ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള ദിവസങ്ങൾ തീർച്ചയായും വർക്ക് ചെയ്തു. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ പരീക്ഷ കഴിയുന്ന ദിവസം വരെ രാവും പകലും, അതുപോലെ നിങ്ങളുടെ പരീക്ഷ എഴുതാൻ പോകുന്ന ആ രാവിലെ പുലർച്ചെയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് ഇരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നിങ്ങളുടെ തൊട്ട് കൺമുൻപിൽ തന്നെ എക്സാമിനറിലെ ഓരോ ടീച്ചേഴ്സും ഇരുന്ന് നിങ്ങളുടെ ഒപ്പമായിരിക്കും, നമ്മൾ ഒരുമിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, എക്സാമിനർ ടീച്ചർമാർ നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കൂടെ വെർച്വലായിട്ട് അവരവരുടെ വീടുകളിലാണെങ്കിലും ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ലൈവ് കാണുന്ന ഒരു 2000, 3000, 4000 പേരൊക്കെയാണ്. അത്രയും സ്റ്റുഡൻസ് കേരളത്തിൽ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പം നിങ്ങൾ മാത്രമല്ല, 2000, 3000 അങ്ങനെ 4000 അതിൽ കൂടുതലൊക്കെ ആവുമായിരിക്കും അല്ലേ നമ്മുടെ ലൈവിൽ, എനിക്കറിയില്ല. അത്രയും സ്റ്റുഡൻസ് ആണ് ഇരുന്നാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ആലോചിക്കുമ്പോൾ തന്നെ എന്താണ്, കുറേ പേടി അങ്ങനെ തന്നെ പോകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരി. എങ്കിലും എന്താണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിയൊക്കെ വരും. നിങ്ങൾ ഫിലോസഫി മാത്രം പറഞ്ഞൊരു കാര്യമില്ല, പേടി ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ, പരീക്ഷ പേടി വരും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കഥയും കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം, അത് അവസാനത്തേക്ക് വരാം. നിങ്ങൾ അവസാനം വരെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കഥയും കൂടെ കിട്ടും കേട്ടോ. അപ്പം പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പേടി ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ. ഇപ്പോൾ പരീക്ഷ തലേന്നാണ്, കെമിസ്ട്രി എക്സാം വരണം, അല്ലെങ്കിൽ മാത്സ് എക്സാം നാളെ വരണം. അയ്യോ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ, പേടിയാണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ചെയ്യാൻ പറ്റുമോ, ഫോർമുല ഓർത്ത് വെക്കുമോ, പരീക്ഷ മറന്നു പോകും എന്നുള്ള പേടികളൊക്കെ വരും. അത് എല്ലാവർക്കും വരുന്ന കാര്യമാണ്, നല്ലോണം പഠിച്ചവർക്ക് വരെ അത് വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വളരെ സിമ്പിളാണ്. നിങ്ങൾ കുറേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ റിലാക്സ് ചെയ്യാൻ കുറേ വഴികളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ റിലാക്സ് ചെയ്യുക, ആ രീതിയിൽ റിലാക്സ് ചെയ്യാം. ചില ആൾക്കാർക്ക് എന്താണ്, ചിലർക്ക് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നവർക്ക് അവർക്ക് ആ രീതിയിലായിരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് അതൊന്നും താല്പര്യമില്ല, അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ബെഡിൽ പോയി വെറുതെ എന്ത് ചെയ്യുമോ, ഒരു 10 മിനിറ്റോ ഒരു 20 മിനിറ്റോ എന്ത് ചെയ്യുക, വെറുതെ കിടക്കുക. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വെറുതെ കിടന്നോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പേടിച്ചോ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നതാണ്, ആ പേടി തന്നെ പോയിക്കോളും. കാരണം എത്ര നേരം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പേടി നിൽക്കും, ഒരു ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പേടി വരുമ്പം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പേടി ഇങ്ങനെ കൂടുക. ഓക്കെ, കാരണം ആ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഫോഴ്സ് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം മൈൻഡ് എന്താണ് തിരിച്ച് ഇവിടെ തന്നെ വരും, പേടി എന്ന് വരും അല്ലേ. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ വെറുതെ കിടക്കുക, എന്നിട്ട് പേടിച്ചോളാൻ പറയാം. സ്വന്തം മനസ്സിനോട് അവർ പേടിച്ചോളാൻ പറയാം. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സെന്താണ് കുറച്ച് കഴിയുമ്പോൾ പേടിച്ച് മടുക്കും. മിക്ക കാര്യങ്ങളും നമ്മളെന്താണ് ഇങ്ങനെ മടുക്കൂലേ, അതുപോലെ എന്താണ് പേടി നമുക്ക് മടുക്കും. നമുക്ക് പോകുമ്പോഴാണ് ഒരേ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ മനസ്സ് മടക്കും. മടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ വേണ്ട പരിപാടി നോക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പേടിയാവും, പിന്നെ എന്ത് ചെയ്യും, ഒന്ന് റിലാക്സ് ചെയ്യാൻ മടുക്കും. ഈ റിലാക്സ് ചെയ്യാൻ വേണ്ടി കിടക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും TV ഷോയോ അല്ലെങ്കിൽ സിനിമയോ എന്തെങ്കിലും കുറച്ച് നേരം കാണാം കേട്ടോ. പരീക്ഷ സമയത്ത് കുറേ സമയം കളഞ്ഞാൽ മാർക്ക് പോകും. ഓക്കെ, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ പേടി കുറയും, വീണ്ടും എന്ത് ചെയ്യാം. അപ്പോൾ ഇത് നടക്കുന്ന കാര്യമാണ്. ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും വിദ്യ ഉണ്ടോ? ഒരു വിദ്യയും ഇല്ല. അത് എനിക്കും പറഞ്ഞുതരാൻ പറ്റില്ല, ആർക്കും പറഞ്ഞുതരാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് അതിൽ നിങ്ങൾ അതിൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകണ്ട, വരും, അത് പോയിക്കോളും. ഓക്കെ, അതിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ ടൈം കൊടുത്താൽ മതി. പക്ഷേ ആ സമയം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കരുത്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കരുത്. അത് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും പേടി കൂടുകയുള്ളൂ. മനസ്സിലായില്ലേ? ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം നിങ്ങൾ ബാക്ക് ഓഫ് യുവർ മൈൻഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫിലോസഫിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ശരിയല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ അല്ലേ, കുറച്ച് ദിവസങ്ങളുണ്ട്, ഒരു എക്സാമിന് മുൻപുള്ള ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ വളരെ ലോജിക്കായിട്ട് ആലോചിച്ച് നോക്കി, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിൽ പോയി ബാക്ക്വേർഡ് ടൈം പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്തു കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം ഫ്യൂച്ചറിൽ കുറച്ച് കാര്യങ്ങൾ ഇടപെട്ടല്ലോ, ആ ദിവസങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് മാക്സിമം റിസൾട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ എത്ര പാട് പഠിച്ചോ, അത് ആ പോർഷൻ പഠിച്ചില്ല, ഈ പോർഷൻ പഠിച്ചില്ല, ഈ ചാപ്റ്റർ പഠിച്ചില്ല, അതൊന്നും ഇവിടെ ഒരു റോളും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഇനി ദിവസങ്ങൾ എത്ര പഠിക്കുന്നോ അത്ര നിങ്ങൾക്ക് പേടി കുറയ്ക്കാം. കാരണം എന്താണ്, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ആ പേടി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു അർത്ഥമില്ല.
എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, പേടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് കാര്യം എന്താണ്, ഞാൻ പറഞ്ഞ പോലെ മേക്ക് മാക്സിമം യൂസ് ഓഫ് യുവർ റിമൈൻഡർ ടൈം. ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്താൽ നിങ്ങൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലോജിക്കലി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ മാക്സിമം ടൈം യൂസ് ചെയ്താൽ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, പിന്നെ പേടിക്കേണ്ട ആവശ്യം. ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഓക്കെ, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പോയി പണി നോക്കാൻ പറ, പേടിനോട് കേട്ടോ. ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്ന് എന്ത് ചെയ്യുക, പോയി പണി നോക്കാൻ പറ കേട്ടോ, പോയി പണി നോക്കാൻ പറയട്ടോ. ആ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഓക്കെ, ഇനി ചെറിയൊരു കഥ പറയാം. ഇതിനെ മൊത്തത്തിൽ ഈ പേടി എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ പേടി എന്ന് പറഞ്ഞ സാധനം, നിങ്ങൾക്ക് സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ്സ് എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഇമോഷൻ, നിങ്ങളുടെ ഒരു നെഗറ്റീവ് ഇമോഷൻ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു കഥ പറഞ്ഞു കേട്ടോ. പണ്ട് എങ്ങാണ്ടോ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അങ്ങനെ സ്റ്റൈൽ രാജാവൊക്കെ ഇരുന്നത്. അപ്പോൾ രാജാവ് എന്താണ്, രാജാവാണല്ലോ, രാജാവിനെ എപ്പോഴും ഉഷാറായിട്ട് നിൽക്കണം, ഹാപ്പി ആയിട്ട് നിൽക്കണം അല്ലേ. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, രാജാവിൻ്റെ കുറേ അടിപൊളിയായിട്ടുള്ള ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അല്ലേ, ഓക്കെ, നമ്മുടെ അലക്സാറിനൊക്കെ പോലെ ബുദ്ധി ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ കുറേ പേരെന്താണ് വിളിച്ചു കൂട്ടി. ഇതിൽ രാജാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്കിങ്ങനെ സങ്കടം വരുമ്പോൾ എനിക്കെന്താണ്, അത് എനിക്കിഷ്ടമല്ല, ഒരു കാര്യം ചെയ്യും, എനിക്ക് സങ്കടം വന്നാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് വീണ്ടും സന്തോഷം വരാൻ വേണ്ടിയിട്ടില്ല എന്തെങ്കിലും മോതിരോ വല്ലതും ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ രാജാവ് വിചാരിച്ചു ഇവരെ ഭയങ്കര ബുദ്ധിയൊക്കെ, അവരെന്തെങ്കിലും ടെക്നോളജിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ചിട്ട് എന്താണ് അവർ മോതിരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇതിൻ്റെ അവസാനം എന്താണെന്ന് വെച്ചെന്നറിയോ, അവർ കുറേ ദിവസങ്ങൾ ഇതിൻ്റെ പണിയിലായി. അവസാനം എന്ത് ചെയ്തു, അവരെല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരുടെയും ബുദ്ധി വെച്ചിട്ട് അടിപൊളി മോതിരം ഉണ്ടാക്കി രാജാവിന് കൊടുത്തു. എന്നിട്ട് രാജാവിൻ്റെ കയ്യിൽ എന്താണ് ഇങ്ങനെ അണിയിച്ചു കൊടുത്തു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ മോതിരം വെച്ചാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഞെക്കണോ, ബട്ടൺ അമർത്തണോ, അപ്പോൾ തന്നെ ആവുകയാണോ ചെയ്യുക, എന്താ സംഭവം എന്ന് ചോദിച്ചു. ടെക്നോളജി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ടെക്നോളജി ഒന്നുമില്ല, രാജാവിന് സങ്കടം വരുമ്പോൾ രാജാവ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ മോതിരം എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് അതിലെന്തോ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ആ കാര്യം ഒന്ന് വായിച്ചാൽ മതി, അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി സങ്കടമൊക്കെ പോയിക്കോളും, സന്തോഷമായിക്കോളും എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ എഴുതി വെച്ചിരിക്കുന്നതിൽ? ഓക്കെ, ഈ സാധനമാണ് എഴുതി വെച്ചിരുന്നത്, ദിസ് ടു ഷാൽ പാസ്. ഈ കാലവും ഈ ബുദ്ധിമുട്ടും കടന്നു പോകും. മറ്റെന്ത് കാര്യങ്ങളും ഇതുവരെയായിട്ട് കടന്നു പോയ പോലെ, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതൊക്കെ കടന്നു പോയ പോലെ, അതൊക്കെ ഇല്ല, ഒന്നുമില്ല അല്ലേ. ഇപ്പം അതുപോലെ തന്നെ ഈ സങ്കടവും ഈ ബുദ്ധിമുട്ടും എന്താണ്, അതും പോയിക്കോളും. അത് പോകുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവും എന്നുള്ള കാര്യം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ്, ആ സാധനം ഒപ്പം തന്നെ പോയിക്കോളും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഫിയർ വരുമ്പോൾ, എക്സാം ഫിയർ വരുമ്പോൾ മനസ്സിലാക്കുക, ഇതും പോവും. ദിസ് ടു ഷാൽ പാസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. അത്രയും എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും അടിപൊളി സ്റ്റുഡൻസ് ആണ്, നിങ്ങളെല്ലാവരും ഉഷാറാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യും, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക കേട്ടോ. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയായിട്ട് പഠിക്കാം.